ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 18 വർഷമായി സൗദി ഇന്ത്യൻ എംബസി സ്കൂളിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനു മുമ്പ് ഫറൂഖ് കോളേജിലെ അറബി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. MA ഇംഗ്ലീഷും സൈക്കോളജിയും ക്രിമിനോളജിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ MBA ചെയ്യുന്നു. ഇനിയുള്ള ആഗ്രഹം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ PhD എടുത്ത് ഡോക്ടറേറ്റ് നേടുക എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഇതൊക്കെയാണെങ്കിൽ പോലും മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ലീഡേഴ്സാണ്. നമ്മളൊക്കെ ആഗ്രഹം ഒരുപാട് നല്ല രീതിയിൽ വളരണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ജോബില്ല, ജോബ്ലെസ്. ഞാൻ പറഞ്ഞു ഏകദേശം നല്ല ഇൻകം വാങ്ങുന്ന, ഇവിടെ ആഴ്ചയിൽ 2-10 ആണെങ്കിൽ അവിടെ മാസത്തിലാണ് എന്ന് വ്യത്യസ്തം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് കടന്നു വരാൻ കാരണം പെട്ടെന്ന് പറഞ്ഞു പോയാൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നൂഷ സർ. എന്റെ ബിസിനസ് പാർട്ണർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ റാക്കിൽ കണ്ടു. ഞാൻ ചോദിച്ചു, എന്താണ് ഈ സാധനം? നൂഷ പറഞ്ഞു, സലീമെ ഒന്നും പറയണ്ട, ഒന്നും നോക്കേണ്ട, വേഗം കിടന്നുറങ്ങിക്കുന്നു പറഞ്ഞു. കാരണം അന്ന് നൂഷ സാറിന് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ ട്രാക്കിലെ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടില്ല. അതിൽ കവചപ്രാശം കഫ്കിലുമാണ് ഞാൻ നോക്കിയത്. ആ 2 പ്രൊഡക്റ്റും എന്റെ മക്കൾക്ക് യോജിച്ചതെന്ന് മനസ്സിലായി. ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ സലീം ഒരിക്കലും നിന്റെ മക്കൾക്ക് ഗൾഫിൽ താമസിക്കാൻ സാധ്യമല്ല, കാരണം അവരുടെ ഈ ബാലറ്റീക എന്ന് പറയുന്ന അസുഖം. ആ ഒരു കാരണം കൊണ്ട് തന്നെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഒരു തണുത്ത വെള്ളം കുടിക്കാനോ, ഒരു ഐസ്ക്രീം കഴിക്കാനോ, ഒരു യാത്ര പോകാനോ, എന്തിനേറെ AC റൂമിൽ പോലും കിടക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള സംഭവത്തിലാണ് ഞാൻ പ്രയാസപ്പെട്ട സമയത്തിലാണ് ഈ പ്രൊഡക്റ്റ് കാണുന്നത്. ഞാൻ വായിച്ചു. നോക്കണം, നിങ്ങൾ രാത്രി ഏകദേശം ഭക്ഷണം കഴിച്ച് ഒരു 8-9 മണിക്ക് കിടക്കാൻ ഉറങ്ങിയ ഞാൻ ഇത് കണ്ട് അത് പഠിക്കാൻ ഇറങ്ങി. രാവിലെ സുബഹി 5 മണി 5:30 വരെ ഇത് പഠിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കടന്നത് പ്രയാസം കൊണ്ടോ പണമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഞാൻ ഇതിലേക്ക് കടന്നു വരാൻ കാരണം ഇതിന്റെ വാല്യൂ കണ്ടിട്ട്, അതിന്റെ പോസിബിലിറ്റി കണ്ടിട്ടാണ്. പല രീതിയിലാണ് ഇതിലെ ആളുകൾ കടന്നു വരാറുള്ളത്, അല്ലെ? ചിലപ്പോൾ നിർബന്ധമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. പക്ഷേ ഈ പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയോടൊപ്പം തന്നെ വലിയൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി. 2 പോയിന്റാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. ഒന്ന്, ഇതിന്റെ പേരാണ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അല്ലെ? MI അറിയാം, നമുക്ക് ലൈഫ് സ്റ്റൈൽ. രണ്ടാമത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റ് കേട്ടിട്ടുണ്ട്. 100% ഇത് പക്ക കച്ചവടമാണ് എന്ന് അവരിൽ നിന്ന് മനസ്സിലായി. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ എന്നാണ്. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് പ്രിവെൻഷൻ സാർ, നമ്മുടെ ഡയറക്ടർ, എന്തുകൊണ്ട് ഇതിനെ ഒരു ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ നാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഇട്ടില്ല? അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഗ്ലോബൽ എന്നാണ്. ഗ്ലോബൽ, എവിടെയെല്ലാം മനുഷ്യരും സസ്യങ്ങളും ഉണ്ടോ അവിടെയെല്ലാം എനിക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം ചിന്തിച്ചതെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അതിനുശേഷം അതിന്റെ ടീമിനെ കുറിച്ച്, ആരാണ് ഇതിന്റെ പിന്നിൽ, എന്താണ് ഇവർ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇത് ഇൻകം കൊടുക്കുന്നത്, ഇതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, എന്തിന് മറ്റു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ ഞാൻ നോർഷയോട് പറഞ്ഞു, നോർഷ, നീ ഇല്ലെങ്കിൽ പോലും ഞാൻ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, അന്നും ഇന്നും ഇപ്പോഴും വെക്കേഷനാണ്, ഈ സമയത്തും ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, മറ്റുള്ള പ്രയാസങ്ങളൊന്നുമില്ല, ഒരു അധിക വരുമാനവും ഞാൻ ആഗ്രഹിക്കാത്ത ഒരു വിധത്തിലുള്ള ജോബ് തന്നെയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഇനിയും 17 വർഷം ജോലി ചെയ്താൽ 3 × 204, എനിക്ക് 204 മാസമാണ് ഇനി ബാക്കിയുള്ളത്. ദൈവം അള്ളാഹു എനിക്ക് ആരോഗ്യം ആയുസ്സും തന്നിട്ടുണ്ടെങ്കിൽ 204 × 3 ലക്ഷം കൂട്ടിയപ്പോൾ 6,10,00,000 എനിക്ക് 17 വർഷം കൊണ്ട് ഇൻകം വാങ്ങാൻ സാധിക്കുന്നത്. അത് ആരോഗ്യമുണ്ടെങ്കിലും ആയുസ്സുണ്ടെങ്കിലും മാത്രം. അത് 60 കഴിഞ്ഞാൽ തിരിച്ചങ്ങ് പോലും ചെയ്യണം. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ ആയിരങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും കോടികളും അതിലേറെ രണ്ടാമത്തെ പോയിന്റായ നോമിനി ഫെസിലിറ്റി, നോമിനി ഫീച്ചേഴ്സ്. നോക്കൂ നിങ്ങൾ, 3 പിതാവും പുത്രനും പൗത്രനും, നോക്കൂ നിങ്ങൾ, പിതാവും പുത്രനും പൗത്രനും ഒരേപോലെ നൽകുന്ന ഒരു ചാൻസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വേറെ കാണാൻ പറ്റില്ല. അധ്യാപകൻ എന്ന നിലക്ക് ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. ഈ ഒരു പോയിന്റ് എന്നെ അല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. നമ്മുടെ പാസീവ് ഇൻകം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ സെക്കൻഡുകളും ഭാവിയിൽ ഓരോ രൂപയായി, 10 രൂപയായി, 100 രൂപയായി മാറുന്ന ഈ ഓപ്പർച്യൂണിറ്റിയാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അന്ന് ജോയിൻ ചെയ്തു. ഏകദേശം എല്ലാം നോക്കിക്കണ്ടു, പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. പക്ഷേ ഏറ്റവും നല്ല പാർട്ട് ടൈം ചെയ്യുന്ന ആളായിരുന്നു. എനിക്ക് 24 മണിക്കൂറുണ്ട്, അതിൽ എക്സ്ട്രാ ടൈം ഒക്കെ ഞാൻ ഇതിൽ ചെലവഴിക്കും. ഞാനൊരു മൾട്ടി ടാസ്ക് പേഴ്സൺ, ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ എന്താണ് ലീഡർ എന്നുള്ള ക്വാളിറ്റി എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന്
ഏകദേശം 21 ദിവസമായിട്ട് ഇവിടെ എത്തി. ഇതിൽ 2-3 ദിവസം മാത്രം എൻ്റെ മക്കളെ കൂടെ ഫാമിലിയോടൊപ്പം പുറത്തൊക്കെ ഒന്ന് പോയിട്ട് പറഞ്ഞത് ഇനി എനിക്ക് വർക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്, ബിക്കോസ് ഐ ആം എ ലീഡർ. അങ്ങനെ ഇന്നും ഞാനിതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഉമ്മർ സാറുടെയും പറഞ്ഞു ഓക്കെ ഞാൻ സാർ റെഡിയാണ്. അത് ഇന്ന് രാത്രി വേറൊരു ടീമിന് ക്ലാസ് ഉണ്ട്. എരിസിലെ സഹകരിച്ചും സന്തോഷിച്ചും ഉപദേശിച്ചും അല്ലെ പരസ്പരമുള്ള ഒരു വർക്കാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലെ. വിഷണറി ലീഡർഷിപ്പ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ്. ലക്ഷ്യദൃഷ്ടിയുള്ള നേതൃത്വമാണ് വിജയത്തിന്റെ. നല്ല ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. നമ്മൾ എവിടുന്ന് തുടങ്ങി എവിടേക്കാണ് പോകുന്നത്? ഞാൻ ജസ്റ്റ് ഒരു സാധനം വാങ്ങുന്ന ഒരു കസ്റ്റമർ ആയാൽ മതിയോ? അല്ല എങ്കിൽ ആരോട് സാധനം വാങ്ങിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു അനൗൺസർ ആയാൽ മതിയോ? അതല്ല. ഓരോ ലീഡർഷിപ്പും ബ്രോൺസ് എന്ന് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റിലെ ക്രൗൺ ഡയമണ്ടിലേക്കും എത്തി റോയൽ ഡയമണ്ട് അവസാനത്തെ റാങ്ക് വരെ 16ാമത്തെ റാങ്ക് വരെ എത്തണമെന്ന ബോധ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നുവെച്ചാൽ ഒരു ലീഡർക്ക് വേണ്ടത് നല്ല കപ്പാസിറ്റി ഉള്ള ലീഡർഷിപ്പ്, ഒരു നല്ല എന്ത് വേണം, വിഷനറി, നല്ലൊരു വിഷൻ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കമ്പനിക്ക് വിഷൻ ഉണ്ട്, മിഷൻ ഉണ്ട്, നമുക്കറിയാം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല മാനേജ്മെന്റ് ആണ് അല്ലെ, എല്ലാ സിസ്റ്റം ഓക്കെയാണ്, നല്ല ഇൻകം പ്ലാൻ ആണ്. ബട്ട് നമ്മൾ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത പല ആളുകളുണ്ട്. അത് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങും ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും നമ്മൾ പങ്കെടുക്കേണ്ടത്. 2ാമത്തെ പോയിന്റ്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ കഴിയുന്നവർ സത്യസന്ധന്മാരായി ലീഡറാകുന്നു അല്ലെ. ദോസ് ഹു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് ബിക്കം ദ എന്താ പറയാ ട്രൂ ലീഡേഴ്സ്. ദോസ് ഹു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് ബിക്കം ട്രൂ ലീഡേഴ്സ്. ശരിയായ ലീഡർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ കഴിയണം. അതിനാദ്യം എന്താക്കണം, നമ്മളും ചെയ്യണം. എന്റെ കാര്യം കണ്ട് എന്റെ സമയം ഞാൻ വളരെ ശ്രദ്ധിച്ചു. കൃത്യമായിട്ട് 6 മണി എന്ന് പറഞ്ഞപ്പോൾ 6 മണിക്ക് തന്നെ തുടങ്ങിയ ഒരു ടീമിന് എല്ലാവരും ഒരു ലൈക്ക് അടിച്ച്. ഭയങ്കര ടൈമിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരുപാട് ഒരു ഇന്റർനാഷണൽ കമ്പനിയുമായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്, ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മൾ സാധാരണ പറയാറുണ്ട് 6 മണി എന്ന് പറയാൻ ഒരു 6:30 തുടങ്ങിയാൽ മതി എന്നുള്ളൊരു ബോധ്യം നമുക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു മിനിറ്റ് പോലും നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. നമ്മൾ വിചാരിക്കാം കുഴപ്പമില്ല നമുക്ക് 6:30 തുടങ്ങിയാൽ മതി, പക്ഷെ അരമണിക്കൂർ മറ്റുള്ളവനെ നഷ്ടപ്പെടും. മറ്റുള്ളവന്റെ ഒരു മൈക്രോ സെക്കൻഡ് യു വിൽ നോട്ട് എന്താ പറയുക ഡിസ്റ്റർബ് അതേഴ്സ് മൈക്രോ സെക്കൻഡ്സ്. മറ്റുള്ളവരുടെ ഒരു മിനിറ്റ് പോലും ഒരു മൈക്രോ സെക്കൻഡ് പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. 6 മണി എന്ന് പറഞ്ഞപ്പോൾ 59 ഏകദേശം 65 പേരാണ് ജോയിൻ ചെയ്തത്. വിത്തിൻ 5 മിനിറ്റ്സ് കൊണ്ട് ഏകദേശം 200 ആളുകൾ കഴിഞ്ഞു. ഞാൻ അപ്പം മനസ്സിലാക്കി ഷാർപ്പ് 6 o'clock എന്ന് പറഞ്ഞത് ഇതാണ് ലീഡർഷിപ്പ്, നല്ല ടീമാണ് എന്ന് ബോധ്യമായി ഈ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ. സോ ദോസ് ഹു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് ബിക്കം ട്രൂ ലീഡർ. നല്ല ലീഡർ ആണെങ്കിൽ മറ്റുള്ളവർ പ്രേരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ സംസാരത്തിലാവട്ടെ, നമ്മുടെ ഡ്രസ് കോഡിലാവട്ടെ, നമ്മുടെ പ്രസൻസ് ആവട്ടെ, എല്ലാം അതിന്റെ ഒരു ക്വാളിറ്റിയാണ് അല്ലെ. ഒരു ലീഡറോട് പറഞ്ഞാൽ വന്ന സമയം അല്ലെ നമ്മൾ പറയും അങ്ങനെ വരാൻ ഇങ്ങനെ, പക്ഷെ എല്ലാം ഡിസോർഡർ ആകുന്ന എത്ര ലീഡേഴ്സ് നമുക്ക് കാണാം. പറയുന്നതല്ല അവർ ചെയ്യുന്നതല്ല പറയാം. അങ്ങനെയല്ല, നമുക്ക് ആ ഒരു മെത്തേഡിൽ പോകുന്ന ഇൻസ്പയർ ചെയ്യാവുന്ന ലീഡേഴ്സ് ആവണമെങ്കിൽ ആയാൽ മാത്രമാണ് എന്താണ് നമ്മുടെ ഇപ്പൊ ഉമ്മർ സാറൊക്കെ പറയുന്ന പോലെ അങ്ങ് ലെവലിലേക്ക് നമുക്ക് എത്താൻ ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ഉണ്ടാകണം. ഇനി 3ാമത്തെ പോയിന്റ് തുടർച്ചയായ ശ്രമം, അതുപോലെ ആത്മവിശ്വാസമാണ് നേട്ടങ്ങളിലേക്ക് നയിക്കുന്നത് അല്ലെ. കൺസിസ്റ്റന്റ് എഫേർട്ട് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ലീഡ് ടു ഗ്രേറ്റ് അച്ചീവ്മെന്റ്. നമ്മുടെ പ്രശ്നം എന്താ? ഇന്ന് ഇവിടെ പോവാ, മീറ്റിങ്ങിന് പോവാ, 2 ദിവസം കഴിഞ്ഞിട്ട് അയാളൊന്ന് ഫോളോ അപ്പ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അവനെ വിളിച്ചു നോക്കാം അല്ലെ. ഒരു ഓർഡർ ഇല്ല, ഒരു കൺസിസ്റ്റൻസി ഇല്ല, നമുക്കൊരു തുടർച്ചയില്ല. ആരെങ്കിലൊക്കെ ചെയ്തോളും, ആ ലീഡേഴ്സ് വരാൻ കാത്തിരിക്കാം. ഇതൊന്നുമല്ല. ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് ഐഡി കിട്ടിയാൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഏകദേശം 800 ഷോപ്പുകളുണ്ട്. ഇനിതാ ഓരോ 5 കിലോമീറ്റർ ഇടയിലും ഷോപ്പുകൾ വരാവുന്ന രീതിയിലാണ് നമ്മുടെ സർ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും നമ്മുടെ ഓരോ ലോക്കൽ ഏരിയയിൽ പോലും 5-10 കിലോമീറ്റർ ഡിഫറൻസിൽ ഓരോ ഔട്ട്ലെറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഒരു ID അടിക്കുന്നതിലൂടെ, ഒരു രൂപ പോലും ചെലവില്ലാതെ ഒരു ID അടിക്കുന്നതിലൂടെ 800-ലേറെ ഷോപ്പിന്റെ ഓണർഷിപ്പാണ് എനിക്കും ഇതിലുള്ള ഓരോ ആൾക്കും ലഭിച്ചിരിക്കണം എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം. ഇന്ന് രാവിലെ ഫുള്ള് വർക്ക് ചെയ്ത് രാത്രി എനിക്ക് നാളെ വേണ്ട, അല്ല, എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കി തുടർച്ചയായി ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടാവണമെന്ന് ഓരോ ലീഡറും അത് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും അല്ലെ. എന്നാൽ ആ ഗ്രേറ്റ് അച്ചീവ്മെന്റിലേക്ക് സാധിക്കുള്ളൂ. ഇനി 4ാമതൊരു പോയിന്റ് ഞാൻ പറയുന്നത്, ഒരു ടീം വിജയിക്കുകയാണെങ്കിൽ പിന്നിൽ ശക്തമായ നേതാവ് ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ഈ ഒരു ടീം വിജയിച്ചതിന്റെ പിന്നിലതാ ഈ ഇരിക്കുന്ന ആ വെള്ള വസ്ത്രമിട്ട് പുഞ്ചിരിച്ചിരിക്കുന്ന ഉസ്താദ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ഞാൻ നിലമ്പൂരിലേക്ക് കേട്ട സമയത്ത് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പഴയ പുതിയ ഫോട്ടോയും പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഉണ്ടാക്കുന്നതിൽ താല്പര്യം ഉണ്ടാവും,
കഴിവും ഉണ്ടാവും. അല്ലെ, കഴിവുള്ളവന് താല്പര്യം ഉണ്ടാവില്ല, താല്പര്യമുള്ളവന് കഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്ക് നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാനൊരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. ആദ്യം പറഞ്ഞു, ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ അവിടെ വിദ്യാഭ്യാസം നല്ല യോഗ്യത ലീഡർക്കാണ് യോഗ്യത. ഞാൻ അന്ന് നോക്കി ഒരുപാട് ക്വാളിറ്റിയുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് മുന്നിലാണ് ഏകദേശം 45 മിനിറ്റ് ഉമ്മ സാർ സംസാരിച്ച നമ്മുടെ നാഷണൽ ടീം കോർഡിനേറ്റർ. അല്ലെ, നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പ്രസ്റ്റീജ് ആയിട്ടുള്ള റാങ്കാണ്. നിങ്ങൾ എത്രത്തോളം പ്രൗഡ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അല്ലെ, ഒരു വലിയൊരു ക്യാബിനറ്റിൽ ചുറ്റും ഇരുന്നു കൊണ്ട് ഈ അവിടുത്തെ ഡയറക്ടേഴ്സിനെ, അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ആളുകൾക്കിടയിലും അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ മാത്രം വിലയുള്ള ഒരു റാങ്കിന്റെ ഉടമസ്ഥനാണ് നമ്മുടെ ലീഡർ ഉമർ സാദ്. അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു ടീം ഈ വിജയിക്കാൻ കാരണം ഇതുപോലെയുള്ള ലീഡർ ബാക്കിലുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ടീം ദർ ഇസ് എ സ്ട്രോങ് ലീഡർ. അപ്പൊ സ്ട്രോങ് ലീഡറെയാണ് എല്ലാവരും ആഗ്രഹിക്കും. കാരണം മത്സരം വരികയാണ്. പണ്ടൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് പറയാം, ഇപ്പൊ ഇങ്ങോട്ട് ആളുകൾ വരും, എങ്ങനെയാകാം, നല്ല ടീമുണ്ട് കേട്ടോ, നല്ല ലീഡറാണ് കേട്ടോ, ഇദ്ദേഹത്തിന്റെ കൂടെ രക്ഷപ്പെടാൻ സാധിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇന്നലെ ഞാൻ പള്ളി കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച സമയത്തിന് നോക്കണം, നമ്മുടെ ഒരു പോയിന്റ് നമ്മൾ പറയുന്നത്, ട്രൈഫിൾസ് മേക്ക് എ പെർഫെക്ഷൻ ബട്ട് പെർഫെക്ഷൻ ഈസ് നോട്ട് ട്രൈഫിൾസ്. നിസ്സാരമായ കുറെ കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. പക്ഷേ പൂർണ്ണത അത് നിസ്സാരമായ കാര്യമല്ല. നമ്മളൊക്കെ എന്താ, ടാഗ് ഇടാൻ പഠിക്കും, ഒന്ന് ഇൻസൈഡ് ചെയ്യാൻ മറക്കും, അല്ലെങ്കിൽ നമ്മളെ ഫുഡ് സ്ലീവ് ഇടാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും, അത് കെയർലെസ് ആയി നമ്മൾ പോകാറുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്നലെ വൈകുന്നേരം നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഒരു റഫീഖ് എന്ന സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ഫോളോ അപ്പിന് പോയി, അങ്ങനെ എല്ലാവിധ ഹെൽപ്പും ചെയ്ത് നമസ്കരിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്ന് സംസാരിച്ച്, ഞാൻ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ടാഗിന്റെ ചെറിയ സൈഡ് മാത്രം കണ്ടപ്പോൾ ആ സൈഡ് ഒന്ന് എടുത്തു നോക്കിയത്, ഇതെന്താ, ഇന്ന് എന്തിലാ വർക്ക് ചെയ്യുന്നത്, ഇതിലാണോ വർക്ക് ചെയ്യണം, ഓക്കെ, ഇവിടുത്തെ മറ്റേ അധ്യായം ഉണ്ടല്ലോ, ഉണ്ടല്ലോ അതില്, നല്ല ശരി കേട്ടോ. അപ്പൊ ഓക്കെ, ഞാൻ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, കുഴപ്പമില്ല. നിസ്കരിക്കാൻ പോയി തിരിച്ചു വന്ന്, അല്ലെ, സമയമില്ല എന്ന് പറഞ്ഞ ആൾ ഏകദേശം 1/2 മണിക്കൂർ എന്നോട് സംവദിച്ചു. എന്നോട് പറഞ്ഞു, സാറ് സംഭവമൊക്കെ ശരി തന്നെ, അടിപൊളിയാണ്, എനിക്കറിയാം അതിനെക്കുറിച്ച്, പക്ഷെ ഒരു പ്രയാസമുണ്ട്. ഇതിനെക്കുറിച്ച് കുറെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല, കാരണം എനിക്ക് നല്ല ടീമാണോ എന്ന് ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ സംസാരം കേട്ടപ്പോ, നിങ്ങളെ കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു നല്ല ടീമിന്റെ ലീഡർ ആവാൻ ചാൻസ് ഉണ്ട്. ആ സ്പോട്ടിൽ അദ്ദേഹം എന്റെ കൂടെ വന്ന്, ഞാനും നോഷ് സാറും നമ്മുടെ സക്കീർ സാറും റഫീഖ് സാറൊക്കെ ഒരുമിച്ചിരിക്കുന്ന അവിടേക്ക് വന്ന് ഏകദേശം 2 മണിക്കൂർ സംസാരിച്ച് ട്രൈപോൾ ഐഡിയ അടിച്ച് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് മുകളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ജോയിൻ ചെയ്തു. മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെയാണ് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. മുമ്പ് അദ്ദേഹത്തിനെ കണ്ടു, അപ്പൊ ആളുകൾ തിരിച്ചറിയും, ഞാൻ എവിടെയും പോയിട്ട് കാര്യമുണ്ടോ, അല്ലെ, ഒരു ഫുട്ബോൾ ടീം കയറി കൂടുതലല്ല, നല്ല സേവ് ചെയ്യാൻ പറ്റിയ കോളിയാണോ, അല്ലെ, നല്ല പവർഫുൾ ബാക്കാണോ, അല്ലെങ്കിൽ കളിയെ നിയന്ത്രിക്കുന്ന, കളിയിലെ മാന്ത്രികനായിരിക്കുന്ന സെന്റർ ഫോർവേഡ്, അല്ലെ, അതുപോലെ നമ്മുടെ മിഡിൽ കളിക്കുന്ന ആള്, അതുപോലെ ഫോർവേഡ് കുതിരയെ പോലെ ഓടാൻ കഴിയുന്ന നമ്മുടെ ഫോർവേഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു ടീമിനെ മാനേജർ സെലക്ട് ചെയ്യുന്നത്, ഒരു കളിക്കാരൻ അതിലേക്ക് കയറി വരുന്നത്. ഇതുപോലെ ടീമിനെ കുറിച്ച് ലീഡേഴ്സിന്റെ ഒരു നിര തന്നെയുള്ള ഒരു ടീമിലേക്ക് നമ്മളൊക്കെ കടന്നു വരും. സോ ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ടീം ദർ ഇസ് എ സ്ട്രോങ് ലീഡർ. സംശയം വേണ്ട, നമ്മുടെയൊക്കെ ബെൽനി സാറുടെ ആ ഒരു ഒരുമയും എന്തെല്ലാം പ്രോഗ്രാമുകൾ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നു, അതിന്റെ വിജയം നമുക്കറിയാൻ. സോ ലീഡർ ആവണമെങ്കിൽ ആ ക്വാളിറ്റി. ഇനി നേതൃത്വം എന്നതൊരു സ്ഥാനമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. അത് മനസ്സിലാക്കാം. ഞാൻ ലീഡറാണ്, ഞാൻ ബ്രോൺസ് ആണ്, സ്റ്റാർ ആണ്, അതാണ് TC ആണ്, ATC ആണ്, DTS ആണ് പറഞ്ഞ് ഒരു പ്രശ്നമായി നിൽക്കലല്ല. അതുകൊണ്ട് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ നിങ്ങൾ, ഒരു ATC എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷനിൽ ഏകദേശം എന്ത് വേണം, തൊട്ടു താഴെ 1.25 ലക്ഷം പൂർത്തീകരിച്ച കോർഡിനേറ്റർ ഉണ്ടായിരിക്കും 2 ORG. എന്നാൽ അദ്ദേഹത്തിന് TCകൾ യോഗ്യതയുള്ളൂ. ഇനി ഒരു ATC എന്ന് പറയുമ്പോൾ ഓർഗ് 1-ലും ഓർഗ് 2-ലും TC ഉള്ള ആളായിരിക്കണം, എന്നാൽ അദ്ദേഹം ഒരു ATC ആയിട്ട് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താ, ഒന്ന് TC ആവുമ്പോഴേക്കും എന്റെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞു, അല്ലെ, ഇനി അവർ ചെയ്യട്ടെ, അവർ വരട്ടെ എന്ന് കാത്തിരിക്കുന്ന ലീഡേഴ്സ് അല്ല നമ്മൾ ആവേണ്ടത്. നമ്മളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻകം വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ഇന്ത്യൻ എംബസി സ്കൂൾ അധ്യാപകരാണ്. 2008 മുതൽ ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ 6:45 സൈൻ ചെയ്താൽ മാത്രമാണ് എനിക്ക് അന്നത്തെ ഇൻകം അവിടെ ലഭിക്കുക. ഞാൻ അവിടുത്തെ ഹെഡാണെന്ന് വിചാരിച്ച് ഒരു 7 മണിക്ക് പോയാൽ എന്റെ ഫേസ് അവിടെ, അല്ലെങ്കിൽ എന്റെ കണ്ണിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പഞ്ചിങ് മെഷീൻ എന്നെ സ്വീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, യാതൊരു സംശയമില്ല. അപ്പൊ ലീഡർഷിപ്പ് ഒരു പൊസിഷൻ അല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും
തന്നെ ഏൽപ്പിച്ചു എങ്കിൽ അത് ചെയ്യാനുള്ള ബാധ്യത ഒരു ലീഡർക്കുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പൊസിഷനേക്കാൾ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുണ്ടാവേണ്ടത്. നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, പിന്നെ നമ്മളൊരു മീറ്റിങ്ങിന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അസംഖ്യം, ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞല്ലേ, മിഞ്ഞാന്ന് അത് കഴിഞ്ഞതല്ലേ, അന്ന് FFS കഴിഞ്ഞല്ലേ, RTP 2 കേട്ടതല്ലേ? അതല്ല. ഒരു ലീഡർ ആണെങ്കിൽ എൻ്റെ കൂടെ വരുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ കൂടെ എത്തുന്നത് വരെ അവരെ കൊണ്ടു നടക്കാനുള്ള ക്ഷമയും കപ്പാസിറ്റിയും എന്തുണ്ടായിരിക്കണം നമ്മുടെ ലീഡർക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഈ നമ്മുടെ പഠനത്തിലൂടെ തെളിയിക്കുന്നത്. ഇതെന്നല്ല, ഏത് വിഷയത്തിലും, നമ്മുടെ ഈ ബിസിനസ്സിലാവട്ടെ, ഞാൻ എന്ത് വിഷയത്തിലാണെങ്കിലും ഒരു ലീഡർ അല്ലേ. നമുക്ക് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട VS 101 വർഷം ജീവിച്ച് ഇന്നലെ അദ്ദേഹം മരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം. നോക്കൂ നിങ്ങൾ, ആ ലീഡറെ കുറിച്ച് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. ഏതോ പൊസിഷൻ ആവട്ടെ, എന്നുവെച്ചാൽ 2 വർഷം മുമ്പാണ് അദ്ദേഹം കുറച്ച് സൈഡ് ആയത്. അവർക്ക് അതുവരെ വളരെ സ്ട്രോങ്, നല്ല ലീഡർ തന്നെയായിരുന്നു. മനസ്സും ശരീരം അദ്ദേഹത്തിന് സ്ട്രോങ് ആയിരുന്നു. നമ്മൾ പറയാമെന്ന് വെൽത്തും ഹെൽത്തും ഫ്രീഡവും നമുക്ക് വേണമെന്നാണ് അല്ലെ. ഹെൽത്ത് ഉള്ളവന് വെൽത്ത് ഇല്ല, വെൽത്ത് ഉള്ളവന് ഹെൽത്ത് ഇല്ല, ഹെൽത്തും വെൽത്തും ഉള്ളവന് ഫ്രീഡം ഇല്ലാത്ത കാലഘട്ടം. പക്ഷെ ഇതെല്ലാം ഒരു നാണയത്തിന് ഇരുവശങ്ങൾ എന്ന പോലെ നമ്മുടെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു മഹത്തായ ബിസിനസിന്റെ ലീഡറാണ് ഈ ഇരിക്കുന്ന ഏകദേശം 310 ആളുകൾ, ഏകദേശം 310 മെമ്പേഴ്സ് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മളൊരു വിത്ത് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് കാണാറില്ല, എന്ത് പറയാറില്ല, ജസ്റ്റ് മുളച്ചാൽ മാത്രം മതിയല്ല. നമ്മുടെ ആഗ്രഹം ആ വിത്ത് മുളച്ച് എത്ര വളരുമോ അത്രത്തോളം ഉണ്ട്. നമ്മൾ പറയാറുണ്ട്, എന്റെയും നിങ്ങളുടെ മക്കളൊക്കെ 1ാം ക്ലാസ്സിൽ ചേർത്തിയത് 1ാം ക്ലാസ് പാസ്സാവാനല്ലല്ലോ, LKG പാസ്സാവാനല്ലല്ലോ. ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്? അവന് 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇന്ന കോഴ്സിലേക്ക് വിടണമെന്ന് പോലും നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ഐഡിയ അടിക്കുമ്പോൾ ഒരു ബ്രോൺസ് ആയി നിന്നാൽ മതി എന്നതല്ല. എന്തൊക്കെയാണോ അല്ലേ, ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് അതിലായി കഴിഞ്ഞാൽ എന്റെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞു അല്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം അടിവരായിട്ട് മനസ്സിലാക്കിക്കോളൂ. എന്റെ വീട്ടിൽ, നിങ്ങൾ ഓരോ ലീഡേഴ്സിന്റെ വീട്ടിലും എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ലിസ്റ്റ് എടുക്കുക. അതിനുശേഷം എന്റെ കമ്പനിയിൽ 800 ഔട്ട്ലെറ്റ് ഉള്ള നല്ല പവർഫുൾ ഉള്ള, ഇനി 2030 ആകുമ്പോഴേക്കും 1000 പ്രൊഡക്റ്റുകൾ വരാനിരിക്കുന്ന എന്റെ കമ്പനിയിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളുണ്ട്, ആ പ്രൊഡക്റ്റുകൾ എന്റെ വീട്ടിലുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റ് എന്റെ കമ്പനിയിലുണ്ടെങ്കിൽ അത് മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ള ഒരു ഡിസിഷൻ നമുക്കുണ്ടായിരിക്കണം. ഞാനൊരു എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര ലീഡർ അദ്ദേഹം, ലീഡർ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹാൻഡ് വാഷ് നമ്മുടേതല്ല. എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യം ഇഷ്ടം എന്താണ് അല്ലെ? നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായ ഹാൻഡ് വാഷ് എന്റെ ഷോപ്പിലുണ്ടായിട്ട് ഞാൻ ലീഡറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, മറ്റുള്ള വിളിച്ചു പറയാം അല്ലെ. നമ്മുടെ വീട്ടിലെ പാത്രം കഴുകുന്ന സാധനം പോലും നമ്മുടെ, ഞാൻ അഭിമാനത്തോടു കൂടി പറയും. ഞാൻ ഇപ്പോഴും സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അപ്പോൾ സലീം സാറേ, ഇത്രയും നല്ലൊരു ജോബും കാര്യങ്ങളും ട്രെയിനൊക്കെ കഴിഞ്ഞു എന്ന് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന പറയുമ്പോൾ ഞാൻ പറയും, മോനെ നടന്നിട്ടില്ല എങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. അന്ന് പറഞ്ഞ ആളുകളൊക്കെ, ഇന്ന് കളിയാക്കിയ ആളുകളൊക്കെ എന്നോട് ചോദിച്ചു, സലീം സാർ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ, ഒരു സാർ ഒരു ഐഡിയ നിങ്ങൾ താഴെ തരുമോ എന്ന രീതിയിലേക്ക് വളരാൻ സാധിപ്പിച്ച കമ്പനിയാണ് MI Style Marketing Global Private Limited. മൈ ഡിഫറൻസ് ഒരു കാര്യം പറയട്ടെ, മുമ്പ് ഇതിലേക്ക് വന്നത് സാധാരണക്കാർ, അങ്ങനെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഒന്ന് ബാക്കിലേക്ക് പോവാം. വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലേക്ക് പോയ ആളുകൾ ഹൗസ് ഡ്രൈവേഴ്സ് ആയിരുന്നു, ക്ലീനിങ് ആളുകളായിരുന്നു. എഡ്യൂക്കേഷൻ ഇല്ലാത്ത തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എക്സ്പാട്രിയേറ്റ്സ് ആയിരുന്നു ഗൾഫിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ ഇന്നോ നിങ്ങൾ വെറുതെ നിങ്ങൾ തന്നെ നോക്കൂ, ഒന്ന് യൂട്യൂബ് ഏതെങ്കിലും ഒരു സൈറ്റിലിട്, എനിക്ക് 5 സെക്രട്ടറിമാർ ആവശ്യമുണ്ട്, ഒരു 10 ലീഡേഴ്സിന് ആവശ്യമുണ്ട്, ഒരു 3 മാനേജർ ആവശ്യമുണ്ടെന്ന് നിങ്ങളൊന്ന് അപ്ലിക്കേഷൻ കൊടുത്താണ്ടല്ലോ, നിങ്ങൾ ഹയർ ചെയ്ത് നോക്കൂ. 1000കണക്കിന് അപ്ലിക്കേഷൻ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരും. കാരണം അത്രത്തോളം ജോലി ഇല്ലാത്ത ആളുകൾ ഇരിക്കുകയാണ്. അപ്പൊ ക്വാളിഫൈഡ് ആയുള്ള ആളുകൾ വരാൻ തയ്യാറാണ്, അങ്ങോട്ട് ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ അതുപോലെ അതിനേക്കാൾ ഉപരി ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരേണ്ടത് ക്വാളിഫിക്കേഷൻ വേണ്ടി വരും. അപ്പൊ അന്ന് ഉമർ ഉസ്താദ് ഇൻഷാ അള്ളാ ഒരു ഡയമണ്ട് ആണ് സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുന്ന ആരേക്കെന്ന് അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ MLM, ഡയറക്ടറലി ആൻഡ് ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുക, ഇംഗ്ലീഷ് അങ്ങനെ അടിച്ചു പൊളിച്ച് പറയുന്ന ആളായിരിക്കും. ഇനി സൗദികളും വരും, കാരണം അത് ഗ്ലോബൽ ആണല്ലോ. സൗദി ഇന്ത്യയിൽ മാത്രം തുടങ്ങിയത് താനല്ല. സൗദിയിൽ അറബി പറയുമ്പോൾ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഉസ്താദ്, അറബി അദ്ദേഹത്തിന് അറിയാം നന്നായിട്ട് അല്ലെ, നമുക്കറിയാം. ഇനി ബംഗ്ലാദേശിൽ വരില്ലേ, അതുപോലെ ഹിന്ദിയിൽ പറയില്ലേ. അങ്ങനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അല്ലെ. അപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ അല്ലെ അതിനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. സ്വീകരിക്കാനുള്ള ഒരു മനസ്സും തുടർച്ചയായിട്ട് ചെയ്യാനുള്ള ഒരു കരുത്തും നമുക്കുണ്ടെങ്കിൽ വിജയം പ്രൗഡായിരിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞത്, തീരുമാനമെടുക്കാനുള്ള ധൈര്യമാണ് യഥാർത്ഥ ലീഡർമാരെ വ്യത്യസ്തനാക്കുന്നത് അല്ലെ.
ഡിസിഷൻ മേക്സ് റിയൽ ലീഡേഴ്സ് സ്റ്റാൻഡ് ഔട്ട്. ഡിസിഷൻ എടുക്കാൻ തീരുമാനം ഉണ്ടാക്കണം. ആരെന്ത് പറഞ്ഞാലും എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഒരു തീരുമാനമുണ്ട് അല്ലേ. നമ്മൾ പറയാറുണ്ട്, ഞാൻ ചില സ്ഥലത്ത് പറയാറുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണെങ്കിൽ എൻ്റെ അനിയനുണ്ട്, ഏട്ടനുണ്ട്, ഉമ്മ ഉണ്ട്, ഇപ്പം എല്ലാവരും പെണ്ണ് കാണാൻ വന്നു. അവർക്ക് എല്ലാവർക്കും പെണ്ണിന് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായില്ലെങ്കിലോ നടക്കുക കല്യാണം? ഒരിക്കലും നടക്കില്ല. എന്റെ ഇഷ്ടത്തിന് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല ഒഴിഞ്ഞു മാറും. ഇനി ഇതേ ടീം തന്നെ വേറൊരു പെണ്ണ് കാണാൻ പോയി എന്ന് വിചാരിക്കുക. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്തോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ അനിയനും ഏട്ടനും വാപ്പിയും മൂത്താപ്പയും ഫ്രണ്ട്സുകളൊക്കെ വന്നത് അവർക്ക് അത് കുറവാണ് ഇത് കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം മുടക്കിയാൽ ഞാൻ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് ഉള്ളിലേക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് വില കൊടുത്ത് ഞാൻ അതിന് കെട്ടൂലേ? ആരും തീരുമാനം എടുക്കുമോ? അതുപോലെ ഒരു പെണ്ണ് കെട്ടുന്നത് പോലെ നിങ്ങൾ എന്താക്കണം, അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോകുന്നത് പോലെ ഈ ഐഡിയ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ടോ ഇനി പെണ്ണെട്ടിട്ട് എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? പെണ്ണ് കെട്ടിയ ശേഷം ഒരു പെണ്ണിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത് അതുപോലെ മൈ ലൈഫിനെ നോക്കണം. ഒരു സംശയം വേണ്ട. കാരണം ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് ചൂടാവും, എന്നാലോ വൈകുന്നേരം പോകും, രാത്രി ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ നമുക്ക് രാവിലെ ഭയങ്കര വർക്ക് ചെയ്യും, ഉച്ചക്കാകുമ്പോൾ ലീഡേഴ്സ് എന്തെങ്കിലും പറയുന്ന പേരിൽ പ്രശ്നം ഉണ്ടാവും. അതൊന്നുമല്ല ഇതിൽ പ്രശ്നം. എന്റെ പെണ്ണല്ലേ, വിട്ടറിഞ്ഞ് പോകാൻ പറ്റുമോ? എൻ്റെ ഒരു വലിയ എൻ്റെ മക്കളെ നോക്കും നിങ്ങൾ, രക്തബന്ധം ഉണ്ടാകാൻ വലിയ എൻ്റെ പ്രൗഢിയെ ഉണർത്താൻ മാത്രം വിലയുള്ള എൻ്റെ മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയാണ് അവൾ അല്ലേ. എൻ്റെ യുഗം, എൻ്റെ തുടർച്ചയായ യുഗത്തെ അല്ലെങ്കിൽ കാലഘട്ടത്തിനെ അടയാളപ്പെടുത്താൻ ഇതാ ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആളുടെ മോളാ എന്ന് പറയണമെങ്കിൽ അതിന്റെ ഉടമസ്ഥ ഭാവി ഇവിടെ ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ. ആ പെണ്ണിനോട് പെരുമാറുന്നത് പോലെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. എന്തിന്? അതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കുറ്റം പറയുമ്പോഴൊക്കെ ഇട്ടറിഞ്ഞ് പോകേണ്ടതാണോ നമ്മുടെ ബന്ധം? അല്ല. ആ ഒരു ബന്ധം നമ്മൾ ഉണ്ടാവട്ടെ എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇതിൽ പല ആളുകളും കൊഴിഞ്ഞു പോകും അല്ലെ. ശക്തരല്ലാത്ത ദൗർബലരായ ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു പോകും. പക്ഷെ നമ്മളിൽ ഓരോ ആളുകൾ ഏകദേശം എത്രണ്ട്? 326 ആളുകളുണ്ട്. 326 ആളുകളും 16 റാങ്ക് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകുന്നുണ്ട് അല്ലെ. നോക്ക് നിങ്ങൾ, ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു BMW വന്നിറങ്ങി ഗ്ലാമറായി വന്ന ഒരാൾക്ക് അവിടെ വന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചു പോകാനുള്ള അവസരമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാതെ നടന്നു വന്നുകൊണ്ട് സാധാരണ ഡ്രസ്സിൽ വന്ന ഒരാൾക്കും വാങ്ങാനുള്ള പൗരാവകാശം നമുക്ക് ഈ നാട്ടിലുണ്ട്. ഇതേപോലെ ആരോട് പറയാനോ ആരോട് പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. എന്താണ് സത്യം? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ്, ഏകദേശം 7ാമത്തെ പോയിന്റ് ആണ്. സ്വയം മാതൃകയായാൽ മാത്രമേ മറ്റുള്ളവരെ നയിക്കാനാവും. വേണമെങ്കിൽ എഴുതി വെച്ചോട്ടോ, നല്ലൊരു പോയിന്റ് ആണിത്. ഓൺലി ബൈ ബീങ് എ റോൾ മോഡൽ ക്യാൻ വൺ ലീഡ് അതേഴ്സ്. സ്വയം മാതൃക ആയാൽ മാത്രമേ മറ്റുള്ളവരെ നയിക്കാനാവും. ഞാൻ ചോദിക്കട്ടെ, ഈ മാസം നമ്മൾ പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക, 5000 പർച്ചേസ് ചെയ്ത് ജോയിൻ ചെയ്തു, സാധനമൊക്കെ തീർന്ന് മതി, ഇനി ഒന്നും വാങ്ങണ്ട. അതാണോ? അല്ലല്ലോ. നിങ്ങളെ വീടിനടുത്ത് ഷോപ്പ് തുറന്നാല് ആ ഷോപ്പിൽ നിങ്ങളെ വീട്ടിൽ പഞ്ചസാര തീർന്നാൽ നിങ്ങൾ അപ്പുറത്തുള്ള ഷോപ്പ് പോയി വാങ്ങിക്കും? നിങ്ങൾ പറ. വാങ്ങിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത്. വാങ്ങിക്കുന്ന ആളുകൾ സ്വന്തം ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ പഞ്ചസാര ഉണ്ട്, അതിൽ ചായപ്പൊടി ഉണ്ട്, എല്ലാ സാധനങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇവിടെ കേട്ടെ, ഞാൻ അപ്പുറത്ത് പോയി വാങ്ങിക്കട്ടെ എന്ന് വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ഇല്ല, എന്താ? എന്റെ സാധനം ഞാൻ യൂസ് ചെയ്യണം. അതുപോലെ ഞാൻ ഇന്ന് ഐഡിയ അടിച്ചാൽ എനിക്ക് അടുത്ത ആഴ്ച പ്രൊഡക്റ്റ് ആവശ്യമാണെങ്കിൽ ഞാൻ വാങ്ങണം, പൈസ കൊടുത്തിട്ട്. ഞാൻ വാങ്ങുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് എല്ലാ പ്രൊഡക്റ്റ് പേരും അറിയാം. എൻ്റെ മോൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഉപ്പ എനിക്ക് 18 വയസ്സായ എനിക്ക് ഐഡിയ എടുക്കണേന്നാ പറയാറുള്ളത്. അവൻ എല്ലാ പ്രൊഡക്റ്റും അറിയാം. എന്ന് വെച്ചാൽ നമ്മൾ ഇത് അറിയണം, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തിനുള്ളതാണ് നമ്മൾ അറിയാൻ നമുക്ക്. അപ്പൊ സ്വയം മാതൃകയാകണം. അപ്പൊ നമ്മുടെ കീഴിൽ നോക്കൂ, ഞാനിപ്പോ DTC ലീഡറാണ്. ഏത്? പാവം പ്രവാസിയാട്ടോ. പ്രവാസിയായ DTC ഞങ്ങളെ പോലെ നാട്ടിലെ DTC അല്ല, പ്രവാസിയാണ്. എത്രത്തോളം പ്രയാസം നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് പോലും ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, 40 കിലോയിൽ 38-39 കിലോ ഇവിടുന്ന് ബ്ലഡ് പ്യൂരിഫയറും വെൽഹാർട്ടും നോവേദനാദും അതുപോലെ തന്നെ ഇമ്മ്യൂണ 3+ഉം കവചപ്രാശും എന്തിനേറെ ശക്തിമാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകല്ലേ. കാരണം അവിടെ ഏറ്റവും ആവശ്യമുള്ള സാധനം അതാ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അത്രയും പ്രൗഡ് പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്. എന്നൊരു രസം കേൾക്കണോ? ഈ ശക്തിമാൻ എന്ന പ്രൊഡക്റ്റ് നമുക്കറിയാം DT ഏകദേശം 1086 രൂപയുള്ളൂ. ഏകദേശം ഒരു 40-45 റിയാലെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ ഈ ഒരു ഷോപ്പിൽ കോട്ടക്കൽ ആയുർവേദശാലയിൽ കൊടുക്കുന്നത് 75-80 റിയാലിനാണ്. അവര് വിൽക്കുന്നത് 130 റിയാലിനാണ്. നോക്കൂ നിങ്ങൾ, 130 റിയാലിന് ശക്തിമാൻ വാങ്ങാൻ ആളുകൾ ക്യൂ നോക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ താല്പര്യമില്ല അല്ലെ. നമുക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ എങ്ങനെ നമ്മൾ ലീഡർ ആവും? നമുക്ക് എങ്ങനെ റാങ്ക് മാറാൻ പറ്റും? നമുക്ക് എങ്ങനെ ഇൻകം കിട്ടും?
ശരിയല്ലേ? ആ ഒരു പ്രൗഡ് നമുക്കുണ്ടായിരിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചേഞ്ച് ആവാൻ, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും എന്തിനേറെ നമ്മളെ ഗ്ലാമർ പോലും മാറാൻ പറ്റുന്ന ഒരു ബിസിനസ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഒരു പ്രൊഡക്റ്റ് 500 പ്രൊഡക്റ്റ് വാങ്ങാൻ, 1000 പ്രൊഡക്റ്റ് വാങ്ങാൻ ആഴ്ചയിൽ നമുക്ക് സാധ്യമല്ല. ആവശ്യം പക്ഷെ നമ്മൾ വാങ്ങൂല. ഇതല്ല ലീഡർ വേണ്ടത്. ഞാൻ വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെ? എല്ലാ മാസവും എന്തായാലും ഞാനിപ്പം എനിക്ക് നമുക്കറിയാം TC നിർബന്ധമായിട്ട് 1000 രൂപയ്ക്ക് ഞാൻ TC ആയില്ലെങ്കിലും ഒരു സ്റ്റാർ ആണെങ്കിൽ പോലും 1000 രൂപയുടെ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങണം ഷോപ്പിൽ പോയിട്ട്. അങ്ങനെ ആ ഒരു ഇഷ്ടത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ആ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അല്ല എങ്കിൽ നമ്മൾ സാധാ ഒരു കച്ചവടക്കാരനായിട്ട് അങ്ങനെ ഇരിക്കും അല്ലെ? ചില കണ്ടില്ല നിങ്ങൾ, ഒരു കട സ്റ്റോക്കും ഉണ്ടാവില്ല, പോയാൽ പഴയ സാധനമായിരിക്കും, കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല, കയറും. നമ്മൾ മത്സരിക്കില്ല. ലോകം ഈസ് ഗോയിങ് ടു കോമ്പറ്റീഷൻ. ഞാൻ നേരത്തെ അതാ പറഞ്ഞ, ട്രൈഫിൾസ് മേക്ക് എ പെർഫെക്ഷൻ, ബട്ട് പെർഫെക്ഷൻ ഈസ് നോട്ട് ട്രൈഫിൾസ്. നിസ്സാരമായ കാര്യങ്ങൾ കൂടിച്ചേർന്നാണ് പൂർണ്ണത എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണത നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ റോയൽ ഡയമണ്ടിൽ എത്തണമെങ്കിൽ ഒരു ഒരു ഐഡിയ അടിച്ചുകൊണ്ട് നമ്മൾ കയറി വന്ന് അതിലേക്ക് എത്താൻ മാത്രം വിശാലമായ സാധ്യതയുള്ള ഈ ഒരു ബിസിനസ്സിൽ കയറിക്കുമ്പോൾ ഒരു 5000 അല്ലെങ്കിൽ 10,000 പ്രൊഡക്റ്റ് വാങ്ങാൻ പറയുമ്പോൾ നെഞ്ച് അല്ലെങ്കിൽ കണ്ണ് ചുളിയുന്ന, മനസ്സ് മങ്ങുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈസ് എ നോട്ട് എ റിയൽ ലീഡർ. എന്റെ സ്റ്റോക്ക് കഴിഞ്ഞാൽ അവിടേക്ക് സ്റ്റോക്ക് ഉണ്ടാക്കി കൊടുക്കൂലേ നമ്മള്. പക്ഷെ എന്തുകൊണ്ട് അവർ റിയൽ ലീഡർ ആവില്ല? ആ ഒരു മനസ്സിലേക്ക് നമ്മൾ ഇനി ആരോപിക്കലല്ല, ഉണർത്തലാണ് നല്ല നേതാവിന്റെ ആയുധം. എ ഗുഡ് ലീഡർ അല്ലെ ഇൻഫോം ചെയ്യേ, നോട്ട് എന്താണ് അക്യൂസ്. അവരെ കുറ്റപ്പെടുത്തൂല. എന്തിനു പറയുന്നത്? കുറ്റപ്പെടുത്തുന്ന ആളുകളല്ല ഒരു ലീഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചില്ല, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം, ഇതങ്ങനെ ചെയ്യട്ടോ, ഇങ്ങനെ ചെയ്യട്ടോ എന്ന് പറയുന്ന ഉണർത്തലുകളാണ്, ഉണർത്തുന്ന ആളാണ് റിയൽ ലീഡർ. അല്ലാണ്ട് എന്ത് പറഞ്ഞാലും എന്ത് പറയുന്ന കുറ്റപ്പെടുത്തുന്ന ആളുകളായി മാറാതെ നല്ലൊരു ലീഡറായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി അവസാനത്തെ പോയിന്റ്, താല്പര്യങ്ങൾക്കപ്പുറം വലിയ ദൗത്യമുണ്ട് എന്ന യോഗ്യത ഒരു നേതാവുണ്ടാവും. Beyond the personal intention, every qualified leader hold a great mission. ഒരു സംശയമുണ്ട് അല്ലെ? ഒരു സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം വലിയ ദൗത്യമുണ്ട്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എന്നെ കണ്ട് വന്നതാണ്. അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് വലിയൊരു സോഷ്യൽ വർക്കും കൂടിയാണ്. പണമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അവരുടെ മുമ്പിലേക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാകുന്നത് വരെ, മനസ്സിന്റെ അകലത്തളത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് വരെ, അതിലേക്ക് വി ഹാവ് ടു എൻ്റർ ദ ഡീപ്പ് മൈൻഡ്. ആ ഒരു ഡീപ്പ് മൈൻഡിലേക്ക് എത്തുന്നവരുടെ കൂടെ നിൽക്കണം നമ്മള്. അല്ലെ? ഒരു കുട്ടി എത്ര തവണയാണ് കാൽ തെറ്റി വീണത്? എപ്പോഴെങ്കിലും മതി ഒരു അമ്മ അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞിട്ടുണ്ടോ നീ ഇടക്കിടക്ക് വീഴുന്നു, നടക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഒരുപാട് വീണത് കൊണ്ടാണ് അല്ലെ, നടക്കുന്ന സമയത്ത് വീണും ചിരിഞ്ഞും കാൽ പൊട്ടിയും മുറിഞ്ഞത് കൊണ്ടാണ് എന്ന് മനോഹരമായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഒരുപാട് വേണ്ടി വരും, പ്രശ്നങ്ങൾ കേൾക്കും, തളരേണ്ടി വരും. പക്ഷെ അവിടെ ഒന്നും ലീഡർ ഉണ്ടാകാൻ പാടില്ല, പ്രയാസപ്പെടാമല്ല. അതിന് സൊല്യൂഷൻസ് ആണ്, ഉണർത്തലുകളാണ്. അവിടെ എന്താക്കാൻ പാടില്ല, അവരെ എന്താക്കണം, പിന്നെ ആരോപിക്കലല്ല, അവരെ കുറ്റപ്പെടുത്താതെ ഉണർത്താനുള്ള ഒരു മനസ്സ് ഒരു ലീഡർക്ക് ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കാം. എനിക്ക് 45 മിനിറ്റാണ് മാക്സിമം തന്നിരിക്കുന്നത്. ഒരുപാട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒരു പൈസ മോഹിച്ചു അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പൈസ കിട്ടാൻ വന്ന ഒരാളല്ല ഞാൻ പറഞ്ഞു 2019 അള്ളാന്റെ വിധി പ്രകാരം, അള്ളാന്റെ വിധി വന്നതുകൊണ്ട് എൻ്റെ ഭാര്യ മരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മരിക്കാനുള്ള കാരണം അവർക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവര് പിന്നെ അന്നത്തെ നമ്മുടെ മെൻസസ് ടൈം ആയിരുന്നു. ആ സമയത്ത് ഡോക്ടർ അടുത്ത് പോയ ഡോക്ടർ BP നോക്കിയില്ല. ആ സമയത്ത് അവരൊരു മെഡിസിൻ കൊടുത്തു. നോർമൽ മെഡിസിൻ ആണ്, ഒരു ആന്റിബയോട്ടിക് ആണ് കൊടുത്തത്. പക്ഷെ നമ്മുടെ BP നോക്കാത്തത് കൊണ്ട് അവർക്കത് പെട്ടെന്ന് റിയാക്ട് ചെയ്തു. അങ്ങനെ 33 വയസ്സുള്ള എൻ്റെ ഭാര്യ, നമ്മളെ വീട് അങ്ങനെ അടിപൊളിയായിട്ട് വീട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസം കഴിഞ്ഞാൽ ഹൗസ് വാമിംഗ് ആണ്. അവൾക്ക് 33 വയസ്സും എനിക്ക് 37 വയസ്സും. അങ്ങനെ മനോഹരമായി പോയിട്ടിരിക്കുന്നത്. ഇപ്പോഴാണ് അവർ മരിക്കുന്നത്. ഈ മരിക്കാൻ കാരണം ഈ ഒരു മെഡിസിന്റെ റിയാക്ഷൻ ആണ്. അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു പെണ്ണും ഇനി ഈ ഒരു പ്രയാസം കൊണ്ട് എന്താക്കാൻ പാടില്ല, പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഇതിലിരിക്കുന്ന ഓരോ പെണ്ണുങ്ങളും അത് മനസ്സിലാക്കുക. ആണുങ്ങൾ പെണ്ണോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഒരിക്കലും ആന്റിബയോട്ടിക് കഴിക്കരുത്. കഴിക്കുമ്പോൾ തന്നെ വ്യക്തമായ ധാരണ നമുക്കുണ്ടാണ്. ഇതൊരു ഉപദേശമാണ്, ഇതൊരു ഉണർത്തലാണ്. ഇതുപോലെ നല്ല ആരോഗ്യം നൽകുന്ന നല്ലൊരു നമ്മളെ
നൽകുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് എനിക്കും അതുപോലെ എൻ്റെ മരിച്ചുപോയ ഭാര്യയ്ക്കും വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയുണ്ടാകണം. അവൾക്ക് വേണ്ടി ഒരുപാട് റോഡും വീടും കിണറുകളും വെള്ളം കുടിക്കുമ്പോൾ അവളുടെ പേരിൽ പറയുന്ന നമുക്ക് കാണാറുണ്ട്, അവളുടെ പേരിൽ പോലുമുള്ള ഒരുപാട് കിണറുകൾ ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള അവസരം നമുക്കുണ്ട്. അല്ലെ, മഴ പോലെ പെയ്യുന്ന രീതിയിൽ പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. നമുക്കും അത് സാധിക്കും. അങ്ങനെ സമ്പാദിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം എൻ്റെ ആഗ്രഹത്തിലേക്ക് ഞാൻ എൻ്റെ മരിച്ചുപോയ പെണ്ണിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന ആഗ്രഹം എനിക്ക് ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഇതൊരു സർവീസാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കഥയും കൂടി പറഞ്ഞ് അവസാനിക്കാം. ഒരു രാജാവിന് സുന്ദരിയായിട്ടുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു. മകളുടെ കല്യാണ സമയത്ത് അദ്ദേഹം അനൗൺസ്മെന്റ് ചെയ്തതാ, നല്ലൊരു എൻ്റെ മോളെ കല്യാണമാണ്, ആർക്കും വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാം. രാജാക്കന്മാരും അയൽപത്തുള്ള ആളുകളൊക്കെ രാജകുമാരന്മാരൊക്കെ വന്നിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത്ര മനോഹരിയാണ്, അതോടൊപ്പം തന്നെ സുന്ദരിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ആ രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും ഈ രാജകുമാരൻ വരാനിരിക്കുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും തന്നെ നോക്കുന്നില്ല, ഒരു ക്വാളിറ്റിയും നോക്കുന്നില്ല, ഞാൻ ഒരു കാര്യം തരും, അതിൽ ധീരനാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ്, പവർഫുൾ ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മാത്രമാണ് എൻ്റെ മകളെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. ശരി, അങ്ങനെ ഒരു രാജാവ് കടന്നു വന്നു, ഒരു രാജകുമാരൻ കടന്നു വന്നു. ആ രാജകുമാരൻ കടന്നു വന്ന സമയത്ത് അദ്ദേഹം 3 കാളകളെ അകത്ത് ഒരുക്കി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ 3 കാളകളെ പുറത്തോട്ട് വിടും. ആ സമയത്ത് ആരാണോ ആ കാളയുടെ കൊമ്പ് ശക്തമായി പിടിച്ച് അതിനെ നിർത്താൻ സാധിക്കുന്നത്, അവൻക്ക് വേണ്ടിയാണ് എൻ്റെ മക്കളെ കല്യാണം കഴിക്കാൻ ഞാൻ റെഡി ആയിരിക്കുന്നു പറഞ്ഞു. ശരി, എല്ലാ റൂൾസും കണ്ടീഷൻസും ഒക്കെ പറഞ്ഞ ശേഷം ആദ്യം നമ്മുടെ രാജാവ് ഒരു കാളയെ പറഞ്ഞു വിട്ടു. ആ കാളയുടെ പ്രത്യേകത വലിയ കൊമ്പുള്ള, അവ ചാണ്ടുപോകാൻ കണ്ടാൽ തന്നെ പേടിയുള്ള ഒരു കാളയായിരുന്നു. ഇത് കണ്ട സമയത്ത് നമ്മുടെ രാജകുമാരൻ ഞെട്ടി, അയ്യോ ഭയങ്കര വലുപ്പം, നല്ല കൊമ്പുണ്ട്, ഇനി എങ്ങനെ അതിനെ പിടിക്കുക, കുഴപ്പമില്ല, ഇതിനെ വിട്ടുകളയാൻ, ഇനി 2 എണ്ണം ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കൊമ്പുള്ള അജാനഭാവുവായ ആ കാളയെ ഒന്ന് പിടിക്കാൻ പോലും തയ്യാറാവാതെ അതിന് പറഞ്ഞു വിട്ടു. 2ാമത്തെ ചാൻസിന് കാത്തിരുന്നു. വീണ്ടും രാജാവ് 2ാമത്തെ കാളയെ വിട്ടു. ആ കാളയുടെ പ്രത്യേകത എന്തായിരുന്നു? ആ കാളയുടെ കൊമ്പ് കുഞ്ഞു കൊമ്പായിരുന്നു. ആകെ അവശനായിരുന്നു നമ്മുടെ കാള. ഇത് കണ്ടപ്പോ ഈ രാജകുമാരൻ, ഈ കുഞ്ഞു കാളയെ, കൊമ്പ് വളരെ കുറഞ്ഞ കൊമ്പുള്ള ഈ കാളയെ ഞാൻ പിടിക്കുക, അത് മോശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കാളയെ വന്നപ്പോ തൊടാതെ പിടിക്കാതെ അതിനെയും വിട്ടുകളഞ്ഞു. 2 ചാൻസ് നഷ്ടപ്പെട്ടു. 3ാമത് കാള വന്നു. കാളയെ പറഞ്ഞു വിട്ടപ്പോ ആ കാളക്ക് കൊമ്പില്ല. കണ്ടാ, 3ാമത്തെ കാള കൊമ്പിലിപ്പോ അദ്ദേഹം ഞെട്ടിപ്പോയി, കണ്ണുനീര് വന്നു. 2 മനോഹരമായ അവസരമുണ്ടായിട്ട് ഞാൻ അന്ന് തയ്യാറായിട്ടില്ലല്ലോ, എൻ്റെ അഹങ്കാരമല്ലേ അത്. ഈ അവസരം കിട്ടിയപ്പോ അതിന് ചാൻസ് ഇല്ലാണ്ടായിപ്പോയല്ലോ. അതിന് മൈ ഡിയർ ഫ്രണ്ട്സ്, ഓരോ വ്യക്തിയും ഒരാൾ കടന്നു വരുമ്പോൾ ഏകദേശം 1000-ലേറെ ഔട്ട്ലെറ്റ് ലഭിക്കുന്ന ഒരു ഇന്റർനാഷണൽ സൂപ്പർ മാർക്കറ്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടി പ്ലാൻ പറയാൻ സാധിക്കണം. അവർക്ക് അവസരം കൊടുക്കണം. ഒരു അവസരവും നിസ്സാരമായി കാണാൻ പാടില്ലേ. നമ്മൾ പറയുന്നത് പീപ്പിൾ റയർലി സക്സീഡഡ് അൺലെസ് ദേ ഹാവ് ഫൺ വാട്ട് ദേ ആർ ഡൂയിങ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്താത്തവർ വളരെ കുറച്ചേ വിജയിച്ചിട്ടുള്ളൂ. എന്ത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത്, ആ ജോലി മനസ്സറിഞ്ഞ് ചെയ്യാൻ, ഒരു കട്ടൻ ചായ ഉണ്ടാക്കുന്ന ആളാണ്, ഒരു ചെരുപ്പ് തുന്നുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം അത് ബ്യൂട്ടി ആയിട്ട് ചെയ്യാൻ സാധിക്കണം. അല്ലെ, അതാണ് ഞാൻ പറയുന്നത്. പീപ്പിൾ റയർലി സക്സീഡഡ് അൺലെസ് ദേ ഹാവ് ഫൺ വാട്ട് ദേ ആർ ഡൂയിങ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്താൻ ആർക്കോ വേണ്ടി, ലീഡർ എന്താ വിചാരിക്കുക, സാറെന്താ വിചാരിക്കുക, ഉമ്മർ സാറ് പറഞ്ഞതല്ലേ, വെല്ലി സാറ് വിളിച്ചതല്ലേ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെ. ഞാൻ പണ്ടൊരു കവിത എഴുതിയിരുന്നു, പിന്നെ കൊല്ലപ്പരീക്ഷ. അതിലെ വരികൾ ഇങ്ങനെയാണ്: അമ്മക്ക് വേണ്ടി വായിച്ചു തീർന്ന പാഠങ്ങൾ, അച്ഛന് കേൾക്കാൻ ഉച്ചത്തിൽ വായിച്ച പാഠങ്ങൾ. എന്ന് വെച്ചാൽ ഉമ്മ കേൾക്കാനോ അമ്മ കേൾക്കാനോ വായിക്കും. അങ്ങനെ വായിച്ചിട്ടാരൊന്നും വിജയിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി, ഒരു ലീഡർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണ്ട. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബുധനാഴ്ച എന്ന ദിവസമുണ്ടെങ്കിൽ ആ മെസ്സേജ് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അത് 450 മുതൽ 210 വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത് വർക്ക് ചെയ്യുക. വീണ്ടും പറയുന്നു, ഒരു ലീഡറുടെ വീട്ടിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. ഇനി ഞാൻ പറയണം, വിമർശനങ്ങൾ എന്താക്കണം, ഒരാഴ്ചയിൽ ഈ എല്ലാവരും ലീഡേഴ്സിനെ വിട്ടു പോവുക, എന്നിട്ട് നോക്കുക എന്തൊക്കെ പ്രൊഡക്റ്റാണ് വീട്ടിലുള്ളതെന്ന്. അതല്ലാത്ത നമ്മുടെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റ്, അതുപോലത്തെ പ്രൊഡക്റ്റ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലീഡർഷിപ്പ് അവരുടെ പേര് വെട്ടിക്കാളി എന്ന് ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ്. അത്രത്തോളം ഒരു മനോഹരമായ ബ്യൂട്ടിയുള്ള ഒരു പ്രോഗ്രാം അല്ലേ, നമ്മളൊരു ബിസിനസ് അല്ലേ ഇത്.
മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഞാൻ നിർത്തുകയാണ്. ഈ അവസരം തന്നതിന് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ, എന്തെങ്കിലും അറിയാം അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായത്, ആ ഒരു സംഭവം വന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസമായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്താതെ, ഈ അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാവർക്കും നല്ല സന്തോഷം, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു.